ഹലോ ഗേസ്, അപ്പോൾ എല്ലാവർക്കും ആര്യ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവൽ വിളയിക്കുന്ന വീഡിയോ ആണ്. അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് നമ്മളിവിടെ ശർക്കര മെൽറ്റാക്കാനായിട്ട് ഇട്ടേപ്പുണ്ട്. ഉരുക്കി നമ്മൾ അരിച്ച് ആണ് ഇവിടെ എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് അവൽ, പൊട്ടുകടല, കപ്പലണ്ടി, ഏലക്കാപ്പൊടി, ജീരകപ്പൊടി, അതുപോലെ തന്നെ ചുക്കുപൊടി, തേങ്ങാക്കൊത്ത്, നെയ്യ്, ശർക്കര പാനിയാക്കിയത്, 2 തേങ്ങ ചിരകിയത്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് എള്ള്. ഇത്ര ഐറ്റംസാണ് നമ്മളിവിടെ എടുക്കുന്നത്. അവൽ വിളയ്ക്കാൻ വേണ്ടത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം തന്നെ നമ്മൾ പാൻ അടുപ്പിൽ വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇടാവുന്നതാണ്. അതിനൊന്ന് മൂത്തൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്കത് കോരിയെടുക്കാവുന്നതാണ്. ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കും നമുക്കത് കോരി മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ പൊട്ടുകടല, ആവശ്യത്തിന് പൊട്ടുകടല നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നെയ്യിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് ചെറിയതായിട്ടൊന്നൊരു ബ്രൗൺ ഷെയ്ഡ് കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കത് കോരി മാറ്റി എടുക്കാവുന്നതാണ്. അപ്പോൾ അതും ഒന്ന് റെഡിയായി വരട്ടെ. അതിൻ്റെ പാകമാകുമ്പോഴത്തേക്കും നമ്മളത് കോരി മാറ്റി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കപ്പലണ്ടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് കപ്പലണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് അതും ഒന്ന് റോസ്റ്റായി എടുക്കണം. ആവശ്യത്തിന് കറിവേപ്പില മൂപ്പിച്ചെടുക്കണം. അതുപോലെ നമ്മൾ എള്ളും ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ നെയ്ക്കകത്ത് തന്നെ എല്ലാം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നെയ്ക്കകത്ത് തന്നെയാണ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ എള്ളും മൂപ്പിച്ചെടുത്തപ്പോൾ ഉണ്ട്. അതിനുശേഷം നമ്മൾ അടുപ്പിൽ വലിയ അടി കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് നമ്മൾ നമ്മുടെ ശർക്കര ഉരുക്കിയത് ഒഴിച്ചപ്പോൾ ഉണ്ട്. അതിനുശേഷം നമ്മൾ തിരുകി വെച്ചിരിക്കുന്ന 2 തേങ്ങ പിര നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ട് ശർക്കരയായിട്ടിട്ട് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കുറേശ്ശെ അവൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരിക്കൽ ശർക്കരയിലേക്ക് തേങ്ങാപ്പീര ഇട്ട് അതിനുശേഷം നമ്മൾ അവൽ ഇട്ട് കൊടുക്കുകയാണ് കുറേശ്ശെ വീതം. നല്ലപോലെ അത് ഇളക്കി യോജിപ്പിക്കണം. നമ്മളിവിടെ അവൽ മാത്രം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്, നമ്മളല്ലാതെ തന്നെ ഇടുകയാണ്. കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമ്മളിവിടെ എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് റോസ്റ്റ് ചെയ്തിടുന്നത് നമുക്ക് നല്ലതായി ഏറെ നാൾ നിൽക്കും. അതിനുശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പൊട്ടുകടല, കറിവേപ്പില, എള്ള്, തേങ്ങാക്കൊത്ത് എന്നിവ യോജിപ്പിക്കുക അവലിലേക്ക്. അങ്ങനെ അതെല്ലാം ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കണം. അതിനുശേഷം പൊടികളായ ജീരകപ്പൊടി, ചുക്ക്, ഏലക്കാപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ വീണ്ടും അതൊന്നുകൂടെ ഇളക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. താങ്ക് യു.